എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് മെയ് മാസം 31-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ ദിവസത്തെയും കറണ്ട് അഫയേഴ്സാണ് നാം നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഇത് കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്ക് കറണ്ട് അഫയേഴ്സിലെ മുഴുവൻ മാർക്കുകളും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. എല്ലാവരും നമ്മുടെ വീഡിയോ കൃത്യമായി കാണാനായി ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം: സംസ്ഥാനത്തെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത് ഡോക്ടർ എ കൗശികൻ. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പുതിയ മന്ത്രിസഭ അധികാരമേറ്റതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ചുമതലയേറ്റിരിക്കുന്നത് നമ്മുടെ മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായ രത്തൻ യു ഖേൽക്കറാണ്. അപ്പോൾ ആ ഒഴിവ് നികത്താനായി പുതുതായി നിയമിച്ചിരിക്കുന്നത് ഡോക്ടർ എ കൗശികൻ. അപ്പോൾ രത്തൻ യു ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിതനായതിനെ തുടർന്ന് പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായിരിക്കുന്നത് ഡോക്ടർ എ കൗശികൻ. ചീഫ് ഇലക്ടറൽ ഓഫീസറായി നിയമിതനായിരിക്കുന്നത് ഡോക്ടർ എ കൗശികൻ. അടുത്ത ചോദ്യം: ഉത്തരാഖണ്ഡിനും ഗുജറാത്തിനും ശേഷം ഏകീകൃത സിവിൽ കോഡ് പാസാക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരം അസം. അസമാണ് ഉത്തരാഖണ്ഡിന് ആദ്യമായിട്ട് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ യൂണിഫോം സിവിൽ കോഡ് അഥവാ ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയത് ഉത്തരാഖണ്ഡാണ്. അതിനുശേഷം ഗുജറാത്ത്, അതിനുശേഷം ഇപ്പോൾ മൂന്നാമതായി ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമായി മാറിയിരിക്കുന്നത് അസമാണ്. അതായത് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ആദ്യമായി യൂണിഫോം സിവിൽ കോഡ് പാസ്സാക്കുന്ന സംസ്ഥാനമായി മാറിയിരിക്കുന്നത് അസമാണ്. ഇവിടുത്തെ ST വിഭാഗത്തെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം: ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഉയർത്തുന്ന സൈബർ ഭീഷണികളിൽ നിന്ന് ബാങ്കിംഗ് മേഖലയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അടുത്തിടെ രൂപീകരിച്ച കമ്മിറ്റി. ഉത്തരം ക്യു സേഫ്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഉയർത്തുന്ന സൈബർ ഭീഷണികളിൽ നിന്ന് ബാങ്കിംഗ് മേഖലയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI അടുത്തിടെ രൂപീകരിച്ച കമ്മിറ്റിയാണ് ക്യു സേഫ്. അടുത്ത ചോദ്യം: 2026 മെയ്യിൽ ഉല്ലാസ് അഥവാ നവഭാരത് സാക്ഷരതാ പരിപാടി പ്രകാരം സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം. ഉത്തരം സിക്കിം. 2026 മെയ്യിൽ ഉല്ലാസ് അഥവാ നവഭാരത് സാക്ഷരതാ പരിപാടി പ്രകാരം സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം സിക്കിം. അടുത്ത ചോദ്യം: ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനാംഗങ്ങൾക്കായുള്ള ഉയർന്ന ബഹുമതിയായ ഡാഗ് ഹാമർ ഷോൾഡ് മെഡൽ അടുത്തിടെ മരണാനന്തര ബഹുമതിയായി ലഭിച്ച ഇന്ത്യൻ സൈനികർ. ഉത്തരം ലാൻസ് ഹവിൽദാർ ഹർഭജൻ സിംഗ്, നായിബ് സുബേദാർ സുജിത് കുമാർ പ്രധാൻ. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഡലാണ് ഡാഗ് ഹാമർ ഷോൾഡ് മെഡൽ. അത് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനാംഗങ്ങൾക്കായുള്ള ഉയർന്ന ബഹുമതിയാണ് ഡാഗ് ഹാമർ ഷോൾഡ് മെഡൽ. അത് അടുത്തിടെ മരണാനന്തര ബഹുമതിയായി ലഭിച്ച ഇന്ത്യൻ സൈനികരാണ് ലാൻസ് ഹവിൽദാർ ഹർഭജൻ സിംഗും നായിബ് സുബേദാർ സുജിത് കുമാർ പ്രധാൻ. അപ്പോൾ ഡാഗ് ഹാമർ ഷോൾഡ് മെഡൽ ലഭിച്ചത് ലാൻസ് ഹവിൽദാർ ഹർഭജൻ സിംഗ്, നായിബ് സുബേദാർ സുജിത് കുമാർ പ്രധാൻ. അടുത്ത ചോദ്യം: സ്വിറ്റ്സർലാൻഡിനെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും ചിലവേറിയ രാജ്യം എന്ന പദവി അടുത്തിടെ സ്വന്തമാക്കിയ രാജ്യം. ഉത്തരം ഐസ്ലാൻഡ്. അപ്പോൾ നിലവിൽ ഇതുവരെ സ്വിറ്റ്സർലാൻഡായിരുന്നു ലോകത്തിലെ ഏറ്റവും ചിലവേറിയ രാജ്യം എന്ന പദവി വഹിച്ചുകൊണ്ടിരുന്നത്. ആ സ്വിറ്റ്സർലാൻഡിനെ പിന്തള്ളി ഇപ്പോൾ അടുത്തിടെ ആ പദവി, അതായത് ഏറ്റവും ചിലവേറിയ രാജ്യം എന്ന പദവി സ്വന്തമാക്കിയിരിക്കുന്നത് ഐസ്ലാൻഡാണ്. അടുത്ത ചോദ്യം: അടുത്തിടെ ലോക്തക് പ്രോട്ടോ ക്ലസ്റ്റർ എന്ന പേരിൽ പ്രപഞ്ചത്തിൻ്റെ ആദ്യകാലങ്ങളിലെ ഒരു വലിയ ഗാലക്സി കൂട്ടം കണ്ടെത്തിയ സുപ്രധാന ജ്യോതിശാസ്ത്ര ഗവേഷണത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. ഉത്തരം ഡോക്ടർ റൊണാൾഡോ ലൈസ്ട്രോ. അടുത്തിടെ ലോക്തക് പ്രോട്ടോ ക്ലസ്റ്റർ എന്ന പേരിൽ പ്രപഞ്ചത്തിൻ്റെ ആദ്യകാലങ്ങളിലെ ഒരു വലിയ ഗാലക്സി കൂട്ടം കണ്ടെത്തിയ സുപ്രധാന ജ്യോതിശാസ്ത്ര ഗവേഷണത്തിന്
നേതൃത്വം നൽകിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ റൊണാൾഡോ ലൈസ്ട്രം. ഇത്രയുമാണ് മെയ് 31 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സ്, ഡെയിലി കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് എന്നുള്ള ടോപ്പിക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്ത് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യനുകളായി മാറുന്ന കറണ്ട് അഫയേഴ്സ് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഡെയിലി കറണ്ട് അഫയേഴ്സ് സീരീസ് വീണ്ടും വീണ്ടും കേട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക, എഴുതി പഠിക്കാനായിട്ടും ശ്രമിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ.